ദീപക് മലയമ്മ, നമ്മളിപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ളവരെ കേട്ടു. കോഴിക്കോട്ട് നിന്ന് ഒട്ടും തന്നെ സ്ഥിതി വ്യത്യസ്തമല്ല. നമ്മൾ കണ്ണൂരിൽ പോയാലും മലപ്പുറത്ത് പോയാലും തൃശ്ശൂരിൽ വന്നാലും എല്ലായിടത്തും ഇത് തന്നെയായിരിക്കും കാണുന്ന കാഴ്ച. പക്ഷേ കാണേണ്ടവർ ഇത് കാണുന്നില്ല എന്ന ചോദ്യം അവിടെ അപ്പോഴും ബാക്കിയാണ്. നമ്മൾ വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വീണ ജോർജിനെയും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാറിനെയും ടെലിഫോണിൽ ട്രൈ ചെയ്തു. പക്ഷേ രണ്ടുപേരെയും കിട്ടിയിട്ടില്ല. അവർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. അതോ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊന്നും ഉപയോഗിക്കുന്നതിൽ അവർക്കൊരു ദണ്ണവുമില്ലേ? ഭിക്ഷാടനം നിരോധിച്ചതാണ്, ബാലവേല നിരോധിച്ചതാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ കുഞ്ഞുങ്ങളെയുമായി വരുന്ന ആളുകളുടെ തിരിച്ചറിയൽ രേഖകൾ പോലും ലഭ്യമാണോ എന്നതടക്കം പരിശോധിക്കണം. ഇപ്പോൾ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത് ഒരു സൂചനയല്ലേ? ഈ കുഞ്ഞുങ്ങൾ അവരുടേത് തന്നെയാണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്, ദീപക്? ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് ശാരീരികമായി കെൽപ്പുള്ളവരാണ് അവരുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഒരേ സമയം തന്നെ കാണാം, അവിടെ കുഞ്ഞു കുട്ടികൾ അവരിപ്പോൾ കളിക്കുന്ന സമയമാണ്. ഈ കളിയുടെ സമയം കഴിഞ്ഞ് ആൾ കൂടി കഴിഞ്ഞാൽ അവരുടെ ജോലി എന്ന് പറയുന്നത് തുക കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഏത് നിലയ്ക്കും അവർ ആളുകളുടെ അടുത്തേക്ക് എത്തും, അവരെ സ്വാധീനിക്കും. അവരുടെ പക്കൽ നിന്ന് ചെറുതെങ്കിൽ ചെറിയ തുക വാങ്ങിച്ച് അത് കൊണ്ടുപോയിട്ട് നോട്ടാക്കി മാറ്റുകയാണ്. അത് നോട്ടാക്കി മാറ്റുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് 1-2 രൂപയൊക്കെ ഓരോരുത്തർ കൊടുക്കുന്നതെങ്കിൽ ആ കാലം മാറിപ്പോയി എങ്കിൽ പോലും അങ്ങനെ ചെറിയ തുകകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെറിയ തുക പിന്നീട് നോട്ടാക്കി മാറ്റാൻ എത്തുന്നത് തൊട്ടടുത്ത ഹോട്ടലുകളിലേക്കാണ്. അവർ തന്നെയാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ 1000 രൂപയല്ല, 2000 രൂപയല്ല, 3000 മുതൽ 10000 രൂപ വരെയാണ് ഒരു ദിവസം കുട്ടികൾ വന്ന് മാറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്ക് അവർ ഈ തുക ഉണ്ടാക്കുന്നതിലല്ല പ്രശ്നം എന്ന് പറയുന്നത്, ഈ കുഞ്ഞു കുട്ടികളെ എന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കളിക്കേണ്ട പ്രായത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കേണ്ട പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം അവരുടെ ബാലാവകാശങ്ങളെല്ലാം നിഷേധിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭിക്ഷാടനത്തിന് പോകുന്നത് അല്ലെങ്കിൽ അതൊരു ഉപജീവന മാർഗമാക്കുന്നവരെ ഒന്നും നമ്മൾ കുറച്ച് കാണുകയോ തള്ളിപ്പറയുകയോ, അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും അവർക്ക് ഭിക്ഷാടനത്തിലേക്ക് നീങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ പൂർണ്ണ ആരോഗ്യവാന്മാരായ അച്ഛന്മാരും പൂർണ്ണ ആരോഗ്യവതികളായ അമ്മമാരും തണലത്തിരുന്ന് കളിപ്പാട്ടം വിൽക്കുകയും പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ വെയിലും കൊണ്ട് ഓരോരുത്തരുടെയും മുന്നിൽ കൈനീട്ടി കൊണ്ടുവരുന്ന ചില്ലറ തുട്ടുകൾ നോട്ടുകളാക്കി മാറ്റി സുഭിക്ഷം കഴിയുന്നതും ശരിയാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഇതിനൊക്കെ അനുമതി കൊടുക്കേണ്ടതുണ്ടോ? അതിൽ നിന്ന് കൃത്യമായി അവരെ പറഞ്ഞു തിരുത്തുകയും നടപടികളെടുത്ത് മാറ്റുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം അധികൃതർക്കില്ലേ എന്ന ചോദ്യം കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ബന്ധപ്പെട്ടവർ മറുപടി പറഞ്ഞേ പറ്റൂ.